Okay, students, I think this is our fourth class. നമ്മൾ നേരത്തെ 2-3 ക്ലാസ് കവർ ചെയ്ത് കഴിഞ്ഞു. കഴിഞ്ഞ ക്ലാസ് നമ്മൾ നിർത്തിയത് ഈ വാഷ്റൂമിൽ ഈ ടിക്കറ്റായിട്ട് വന്ന ടിക്കറ്റ് ചോദിച്ചു വരുന്ന ഒരാളുടെ ആ ചോദ്യത്തോട് കൂടിയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ് നിർത്തിയത് തോന്നുന്നു. ഇവിടുന്ന് അങ്ങോട്ട് തുടങ്ങാം. എൽറ്റിൽ മസിൽ ലേഡി സ്റ്റേഡ് സ്ട്രൈറ്റ് ഹെഡ്. അങ്ങനെ ഇയാൾ വന്നിട്ട് ചോദിക്കുന്നുണ്ട് അല്ലേ, ഇവിടെ പറയുന്നുണ്ട് എങ്ങനെയാണ്, ബ്ലാക്ക് ലേഡി ഇൻ പർപ്പിൾ കോട്ട് വിത്ത് എ ഫോക്സ് ഫോർ ബൈറ്റിംഗ് ഇറ്റ്സ് ഓൺ ടെയിൽ അറൗണ്ട് ഹർ നെക്ക്. ഹി വാസ് ലുക്കിംഗ് ഡൗൺ അറ്റ് എ ടൈനി ബ്ലാക്ക് ലേഡി. അവർ കറുത്ത് കുറുകിയ സ്ത്രീയുടെ അടുത്ത് നിൽക്കുന്നത്. എന്താ പറയുക, വിത്ത് എ ഫോക്സ് ഫോർ പീസ് ബൈറ്റിംഗ് ഇറ്റ്സ് ഓൺ ടെയിൽ. അപ്പോൾ അങ്ങനെയുള്ള കിടക്കുന്നൊരു സംഗതി അവളുടെ കഴുത്തിൽ കിടക്കുന്നത്. എന്താണത്? ഫോർ ഒരു പിന്നെ ഫോക്സ് ഫോർ എന്താ പറയുക, തൂവൽ പോലെയുള്ള അതിൻ്റെ ഫറാണ്, അതിൻ്റെ രോമം അല്ലേ, അതങ്ങനെ തിരിച്ച് വാലിൽ തന്നെ കടിക്കുന്ന രൂപത്തിലുള്ള സംഗതിയാണ് കഴുത്തിൽ കിടക്കുന്നത്. അതൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. എന്താണ് ഐ സോ യു. അപ്പോൾ അയാൾ പറയുന്നുണ്ട്, ഐ സോ യു, യു ആർ ദ വൺ ഇൻ ദ വാഷ്റൂം. നീ വാഷ്റൂമിലായിരുന്നു ചോദിക്കുന്നുണ്ട്. എ ലിറ്റിൽ മസിൽ ടിച്ച് ഇൻ ഹർ ചീക്ക്. ഇത് കേട്ടപ്പോൾ അവളുടെ ഈ മുഖത്തുള്ള പേശികളൊന്നും ഇങ്ങനെ വലിഞ്ഞു. യു ഗോട്ട് ഓൺ ദിസ് ട്രെയിൻ ബിലോയിൽ നിന്ന് കയറിയിട്ടില്ലേ? ഡിഡ്ന്റ് യു സ്റ്റക്ക് ഇൻ വാഷ്റൂം? എന്നിട്ട് വാഷ്റൂമിൽ പോയി ഇരിക്കുകയായിരുന്നു. ഡാറ്റഡ് ബാക്ക് ലൈക്ക് യു തോട്ട് യു കുഡ് പുട്ട് സംതിങ് ഓവർ ഓൺ മീ. ഐ സോ എ ബിറ്റ് ഓഫ് പർപ്പിൾ. വാസ് യുവർ ടിക്കറ്റ് ഗോൺ ടു? ടിക്കറ്റോടെ ഈ ആ ഡ്രസ്സ് കണ്ട് തിരിച്ചറിഞ്ഞ എന്നെ ഞാൻ അവിടെ പോയി മറിഞ്ഞിരിക്കാനോ ടിക്കറ്റ് എടുക്കാതെ എന്നൊക്കെ ചോദിക്കും. ഷീ സ്റ്റാർട്ട് ഫംബ്ലിംഗ് ഇൻ എ ബ്ലൂ ക്ലോത്ത് പേഴ്സ്. ആ പേഴ്സ് എടുത്ത് തരികയാണ്. ഫംബ്ലിംഗ് വെൻറ്റ് ഓൺ ആൻഡ് ഓൺ. ദ കണ്ടക്ടർ ഷിഫ്റ്റഡ് ഹിസ് വെയിറ്റ്. വൈ? ഷീ സെഡ് ഫൈനലി, ഐ മസ്റ്റ് ഹാവ് ലെഫ്റ്റ് ഇറ്റ് ബാക്ക് ഇൻ മൈ അതർ സീറ്റ്. ഒരു പക്ഷേ ഞാൻ ബാക്കിൽ വെച്ച് മറന്നിട്ടുണ്ടാവും, അവിടെ പോയതായിരിക്കും എന്നൊക്കെ പറഞ്ഞു. വാട്ട് അതർ സീറ്റ്? ഏതാണ് സീറ്റ്? ഓൺ ദ വൺ ബാക്ക്. ആ ബാക്കിലെ സീറ്റ് എന്നിട്ട് പിന്നോട്ട് ചൂണ്ടി കാണിച്ചു കൊടുക്കുകയാണ്. ദ കണ്ടക്ടർ സൈഡ്. ലേഡി, ഹി സെറ്റ്, യു ഓ മീ മണി. അപ്പോൾ ബാക്ക് സീറ്റ് നിൽക്കുന്ന വേറെ ലേഡിയാണ്. നിങ്ങൾക്ക് ക്യാഷ് തരാൻ പറ്റുമെന്നാണ് ചോദ്യം. ഐ ഡു നോ സച്ച് തിങ്, ഷീ സെഡ്. ഞാനങ്ങനെ ചെയ്യുന്ന ആളല്ല എന്നുള്ള ഇവരും പറയാണ്. വേറെ ആൾ ടിക്കറ്റിൽ പോയിരിക്കുന്ന ആളല്ല, സീറ്റിൽ പോയിരിക്കുന്ന ആളല്ല എന്നുള്ളതായിരിക്കാം. ഏതായാലും ഇവരെന്തൊക്കെ പറയുന്നുണ്ട്. ഹർ വോയിസ് സ്ക്രീച്ച് അപ്പ് ടു ആൾ വൺസ് ഷീ സൗണ്ട് ലൈക്ക് എ പാരറ്റ്. പിന്നെ ഒരു അതേപോലെ ശബ്ദമൊക്കെ ഉണ്ടാക്കിയിട്ട് ഇവരെന്തൊക്കെ ചീത്ത പറയുന്നവരൊക്കെ പറയുന്നുണ്ട്. ബറ്റ് വിൻസ്ഡ് ആൻഡ് ഫെൽറ്റ് ഹെർസെൽഫ് ഫ്ലഷിംഗ്. അവൾക്ക് തന്നെ ഒരു അപമാനം തോന്നുന്നത്. വിൻസ്ഡ് അങ്ങനെ ചുളിപ്പോകാൻ നടക്കരുത്. ആസ് ഇഫ് ഷീ വാസ് ദ വൺ. But then at her shoulder she heard a sudden rusty clang and she turned and saw that Arnold was laughing. പക്ഷെ തിരിഞ്ഞു നോക്കുമ്പോൾ അവളുടെ ഷോൾഡറിൻ്റെ ഭാഗത്ത് ഒരു ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ആരായിരുന്നു? അത് നമ്മുടെ ആർണോൾഡ് ചിരിക്കുകയാണ്. He had his mouth wide open and his tongue curled the way he did when he watched Sesame Street. Sesame Street എന്ന് പറയുന്ന ആ വീഡിയോ വാച്ച് ചെയ്യുമ്പോൾ അവനുണ്ടായിരുന്ന അതേ സന്തോഷമായിരുന്നു അവനപ്പോൾ കാണിച്ചത്. ഏറ്റവും അധികം സന്തോഷിക്കുന്നവൻ അത് വാച്ച് ചെയ്യുമ്പോഴാണെന്ന് പറഞ്ഞിരുന്നു അല്ലേ. അപ്പോൾ ആ സന്തോഷത്തോടു കൂടി അവൻ ചിരിക്കനെയാണ്. ഈവൻ ആഫ്റ്റർ ദ സീൻ ഹാഡ് വേൺ ഇറ്റ്സെൽഫ് ഔട്ട്. അങ്ങനെ ആ രംഗം കഴിഞ്ഞു പോയി. ആൻഡ് ദ ലേഡി ഹാഡ് പെയ്ഡ് ആൻഡ് ദ കണ്ടക്ടർ ഹാഡ് മൂവ്ഡ് ഓൺ. ആ സ്ത്രീ എന്ത് ചെയ്തു? കണ്ടക്ടർക്ക് കാശ് കൊടുത്തു. അയാളങ്ങനെ പോയി. ആർണോൾഡ് വെൻറ്റ് ഓൺ ടോട്ടലിംഗ് ആൻഡ് ലാലായിങ് ആൻഡ് ബറ്റ് ലുക്ക്ഡ് കെയർഫുള്ളി അറ്റ് ദ ലേഡി ബ്ലാക്ക് അറ്റ് ദ ലിറ്റിൽ ബ്ലാക്ക് ലേഡി. അങ്ങനെ കാശ് കൊടുത്ത ലേഡിയെ അവനങ്ങനെ ആർണോൾഡ് ഈ ചിരി നിർത്തുന്നില്ല, അവൻ തിരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ആ കാശ് കൊടുത്ത ലേഡിയോട് സ്നേഹത്തോടു കൂടി നന്ദിയോടുകൂടി നോക്കുകയാണ്. ഒരു ബെറ്റ് ഹു വാസ് സെറ്റിലിംഗ് ഹർ പീസ് ഫസ്ലി ആൻഡ് മച്ചറിങ് അണ്ടർ ഹർ ബസ്. അവർ എന്തൊക്കെയോ തൻ്റെ കഴുത്തിലെടുക്കുന്ന അങ്ങനെ അത് റെഡിയാക്കിക്കൊണ്ട് എന്തൊക്കെ പെറുപെറുക്കുന്നുണ്ട്. ഫ്രം ദ പാകിസ്ഥാനിലെ റെയിൽറോഡ് സ്റ്റേഷൻ വിച്ച് ദ സീം ടു ബി ചിയറിംഗ് ഡൗൺ ഓർ എൽസ് remodeling, she could not tell which. They took a taxi cab to Pakistan State Hospital. Oh, I have been out there many a time, said the driver. Went out there just the other. അങ്ങനെ അവർ സ്റ്റേഷനിൽ ഇറങ്ങണം. സ്റ്റേഷൻ പാകിസ്ഥാനിലെ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് ദ സീം ടു ബി ടിയറിംഗ് ഡൗൺ ഓർ എൽസ് റീമോഡലിംഗ്. അപ്പോൾ അവിടെ മാറ്റങ്ങളൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. ഷീ കുഡ് നോട്ട് ടെൽ വിച്ച്. ഏത് വഴിയിലൂടെ പോകണം, അങ്ങോട്ട് എത്താനൊന്നും പറഞ്ഞു കൊടുക്കാനുള്ള വഴി ഇവർക്കറിയില്ല, ആർക്ക് ബെറ്റിനറിയില്ല. അപ്പോൾ ടാക്സി എടുത്ത് പോകാൻ തീരുമാനിക്കണം. ദേ ടുക്ക് എ ടാക്സി കാബ് ടു പാകിസ്ഥാൻ സ്റ്റേറ്റ് ഹോസ്പിറ്റൽ. അപ്പോൾ ഹോസ്പിറ്റലിലേക്ക് പോകാൻ അവസാനം എന്ത് ചെയ്യാണ്, ഏത് വഴിയിലൂടെ തീരുമെന്ന് അറിയാത്തതുകൊണ്ട് ഇവർ എന്ത് ചെയ്തു? ടാക്സി എടുത്ത് പോകാൻ തീരുമാനിച്ചു. ഓ, ഐ ഹാവ് ബീൻ ഔട്ട് ദർ. അപ്പോൾ ടാക്സിക്കാരൻ പറയാണ്, ഓ, ആ ഹോസ്പിറ്റലിലേക്ക് ഞാൻ ഒരുപാട് തവണ പോയിട്ടുണ്ട്. മെനി എ ടൈം, സെഡ് ദ ഡ്രൈവർ. വെൻറ്റ് ഔട്ട്. ഈ മെനി എ എന്നുള്ള പ്രയോഗം ഇംഗ്ലീഷിലുണ്ട്. മെനി എ. ഓക്കെ, രണ്ടുപേരും മീനിങ് തന്നെ വരാറുള്ളത്. മെനി എ ടൈം ഐ വിസിറ്റഡ്.
ഒരുപാട് തവണ അയാൾ സന്ദർശിച്ചു എന്നൊക്കെ പറയാൻ വേണ്ടി many a time പ്രയോഗിക്കാറുണ്ട്. സോ said the driver went out there just the other. പിന്നെ എന്ന് പറഞ്ഞത് പിന്നെ ഞാൻ ഒരുപാട് തവണ പോയി ഡ്രൈവർ പറയണം വെൻറ്റ് ഔട്ട് ദർ ജസ്റ്റ് ദ അതർ ബട്ട് ഷീ കുഡ് നോട്ട് സ്റ്റോപ്പ് ഹെർ സെൽഫ് ഷീ ഹാഡ് ടു ടെൽ ഹിം ബിഫോർ ഷീ ഫോർഗോട്ട് ലിസൺ ഷീ സെഡ് ഐ വാണ്ട് യു ടു വെയിറ്റ് ഫോർ മീ റൈറ്റ് ഇൻ ദ ഡ്രൈവ് വേ. അപ്പോൾ ഇവർക്ക് ഈ പിന്നെ ഹോസ്പിറ്റലിൽ പോയിട്ട് പെട്ടെന്ന് തിരിച്ചു പോകണം. അപ്പോൾ പറയാണ് പിന്നെ ഒരു കാര്യം ചെയ്യണം, പെട്ടെന്ന് മറന്നു പോന്നിച്ചിട്ട് പറയണം ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ വണ്ടിയിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുക പറയാണ് നിങ്ങളൊരു കാര്യം ചെയ്യണം, ഡ്രൈവറുടെ അടുത്ത് പറയണം, നിങ്ങൾ കാര്യം ചെയ്യണം, നിങ്ങൾ എന്നെ ആക്കിയിട്ട് തിരിച്ചു പോകാൻ പാടില്ല, നിങ്ങളവിടെ നിന്ന് വെയിറ്റ് ചെയ്യണമെന്ന് പറയാം ഡ്രൈവറുടെ അടുത്ത്. ഐ ഡോണ്ട് വാണ്ട് യു ടു ഗോൺ എവേ, തിരിച്ചു പോകരുത് എന്നുള്ള. വെൽ ഫൈൻ ഹി സെഡ്, ഓക്കെ അങ്ങനെ ആയിക്കോളാമെന്ന് ഡ്രൈവറും പറയാണ്. ക്യാൻ യു ഡു ദാറ്റ്? ഐ വാണ്ട് യു ടു ബി സിറ്റിംഗ് റൈറ്റ് ബൈ ദ പോച്ച് ഓർ ദ സ്റ്റെപ്സ് ഓർ വാട്ട് എവർ റൈറ്റ് വേർ ഐ കം ഔട്ട് ഓഫ് റെഡി ടു ടേക്ക് മീ ബാക്ക് ടു സ്റ്റേഷൻ. ഞാൻ തിരിച്ചു വന്ന ഏത് വഴിയിലൂടെ എന്ന് അറിയില്ല, ഏത് വഴിയിലൂടെ ഹോസ്പിറ്റലിൽ ഇറങ്ങി വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യണം, അവിടെ റെഡിയായി നിൽക്കണം, പോർച്ചിൻ്റെ അടുത്തായിട്ട് ഇങ്ങനെ റെഡി നിൽക്കണം, പിന്നെ സിറ്റിംഗ് അല്ല നിങ്ങൾ അവിടെ ഇരിക്കണം എന്നുള്ളതാണ്. ഓർ ദ സ്റ്റെപ്പ് ഒന്നെങ്കിൽ എന്ത് ചെയ്യണം, ഐ വാണ്ട് യു ബി സിറ്റിംഗ് റൈറ്റ് ബൈ ദ പോർച്ച് ഓർ ദ സ്റ്റെപ്സ് ഓർ വാട്ട് എവർ, പോർച്ചിൻ്റെ അടുത്തോ അല്ലെങ്കിൽ സ്റ്റെപ്പിൻ്റെ അടുത്തൊക്കെ എവിടെയെങ്കിലായിട്ട് നിങ്ങൾ ഉണ്ടാവണം അല്ലേ. റൈറ്റ് വർ ഐ കം ഔട്ട് ഓഫ്, ഞാൻ അവിടെ തിരിച്ചു വരുന്ന സമയത്ത് തന്നെ. റെഡി ടു ടേക്ക് മീ ബാക്ക് ടു സ്റ്റേഷൻ, ഞാൻ തിരിച്ച് വന്ന അവിടെ തന്നെ സമയമില്ല, പെട്ടെന്ന് സ്റ്റേഷനിലേക്ക് പോകണം. ഡോണ്ട് ജസ്റ്റ് ഗോ ഓഫ്, പോകരുത്, അവിടുന്ന് മാറിപ്പോകരുത് എന്ന് പറയണം. ഐ ഗോട്ട് യു സെഡ്, കിട്ടി. അതായത് ഇത് പക്ഷേ കുറേ മുമ്പ് മൊബൈൽ ഫോണൊക്കെ ഇരുന്നതിന് മുമ്പുള്ള കഥയായിരിക്കും, അതുകൊണ്ടാണ് മാറിപ്പോകരുത് അല്ല, കാരണം പോയി കഴിഞ്ഞാൽ പിന്നെ തിരിഞ്ഞന്വേഷിക്ക് സമയം ഉണ്ടാവില്ല എന്ന് വെച്ചിട്ടാണ് അതങ്ങനെ പറയാനുള്ള കാര്യം. ഐ ഗോട്ട് യു പറഞ്ഞ് മനസ്സിലായെന്ന് അയാൾ പറയാം. ഷീ സാങ് ബാക്ക് ആൻഡ് ഷീ ഹോപ്പ്ഡ് ഹി അണ്ടർസ്റ്റുഡ്. അപ്പോൾ അവളെന്ത് ചെയ്യണം, സീറ്റിലേക്ക് ചാഞ്ഞിരിക്കുകയാണ്. താൻ പറഞ്ഞതൊക്കെ ഡ്രൈവർക്ക് മനസ്സിലായെന്ന് മനസ്സിലായപ്പോൾ അറിഞ്ഞപ്പോൾ അവൾ സമാധാനത്തോട് ചാഞ്ഞിരിക്കണം. ആർണോൾ വാണ്ടഡ് എ പീനട്ട് ബട്ടർ കുക്കി. ആർണോൾ ഇപ്പോൾ എന്താ കഴിക്കുന്നത്, ബട്ടർ കുക്കിയാണ്, പീനട്ടിൻ്റെ. ഹി വാസ് റീച്ചിങ് ആൻഡ് വിംപറിങ്. ഷീ ഡിഡ് നോട്ട് നോ വാട്ട് ടു ഡു. ഷീ വാണ്ടഡ് ടു ഗിവ് ഹിം എനിത്തിങ് ഹി ആസ്ക്ഡ് ഫോർ എനിത്തിങ്. അപ്പോൾ ഇവനെ ശല്യപ്പെടുത്താൻ പാടില്ല, ശല്യപ്പെടുത്തി കഴിഞ്ഞാൽ അത് ഇവൻ്റെ സ്വഭാവം മാറുന്ന ആൾക്കറിയാം, പെറ്റിനറിയാം. അതുകൊണ്ട് ഷീ വാണ്ടഡ് ടു ഗിവ് ഹിം, അവൻ എന്താണോ ആഗ്രഹിക്കുന്നത്, ഹി ആസ്ക്ഡ് ഫോർ അല്ലേ എനിത്തിങ്, അപ്പോൾ എന്താണോ ആഗ്രഹിക്കുന്നത് ആൾക്ക് കൊടുക്കാൻ അവൾ ആഗ്രഹിച്ചേക്കാം. ബട്ട് ഷീ ഹാഡ് ഗെറ്റ് ഇറ്റ് ഓൾ, ബട്ട് ഷീ വുഡ് ഗെറ്റ് ഇറ്റ് ഓൾ. She would get it all over his face and arrive not looking his best. അങ്ങനെ she would get over his face and arrive not looking. അപ്പോൾ ഇത് മുഖത്ത് നോക്കിയിട്ട് എന്താണ് അവൾക്ക് കിട്ടും, over his face and arrive not looking his best. She could not stand it if they thought he was just ordinary and unattractive. She wanted them to see how small and nice he was, how somebody cherished him. അപ്പോൾ എന്താണ് അങ്ങനെ ഹോസ്പിറ്റലിൽ പോവാണ് കുട്ടിയുമായിട്ടുള്ള. അപ്പോൾ സാധാരണ ഒരാളായിട്ട് ഇവരെ കാണാൻ ആരെ ആഗ്രഹിക്കുന്നില്ല, അതായത് കുട്ടിയെ കയറി വരുമ്പോൾ തന്നെ ഇവർ സാധാരണ പയ്യനാണ്, ഒന്നും ദരിദ്ര കുടുംബമാണ് എന്നുള്ള തോന്നലൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമം അവർ നടത്തുന്നുണ്ട്. അപ്പോൾ അട്രാക്റ്റീവ് ആയിട്ടുള്ള, അതായത് ആകർഷണീയത ഇല്ലാത്ത ഒരു കുട്ടിയായിട്ടും തോന്നാൻ പാടില്ല എന്ന് നമുക്ക് നിർബന്ധമുണ്ട്. അതുകൊണ്ട് തന്നെ എന്താണ്, she wanted to see how small and neat he was. വളരെ വൃത്തിയിൽ കൊണ്ടെടുക്കാൻ, വളരെ വൃത്തിയിലാണ് അവിടെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നത്. how somebody cherished him. But it would be awful if he went into one of his rages. She broke off a little piece of cookie from the back here. She told him, don't mess now. പക്ഷേ വേറെ പ്രശ്നമുണ്ട്, ഇതുവരെയൊക്കെ വൃത്തിയിലാണ് ആളുള്ളത്, പക്ഷേ അവൻ എപ്പോഴെങ്കിലും അവൻ റേജ് ആയി കഴിഞ്ഞാൽ, അല്ലെ അവൻ്റെ ആ സ്വാഭാവികമായിട്ടുള്ള സ്വഭാവത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാൻ കഴിയില്ല, അവനെ കൺട്രോൾ ചെയ്യാൻ കഴിയില്ല. ഷീ ബ്രോക്ക് ഓഫ് എ ലിറ്റിൽ പീസ് ഓഫ് കുക്കി. അവൾ ചെറിയൊരു കഷ്ണം പൊട്ടിച്ച് കൊടുക്കുകയാണ് ബാഗിൽ നിന്ന്. ഹിയർ ഷീ ടോൾ ഡോൺ മെസ് നൗ, അല്ലേ പ്രശ്നം ഉണ്ടാക്കാതെ കഴിച്ച് അവിടെ ഇരിക്കുക എന്നുള്ളത് കുട്ടിയുടെ അടുത്ത് അമ്മ പറയാണ്. ഹി ഫ്ലങ് ഹിംസെൽഫ് ബാക്ക് ഇൻ ദ കോർണർ ആൻഡ് ഏറ്റ്, കീപ്പിംഗ് വൺ ഹാൻഡ് ഫ്ലാറ്റൻഡ് അക്രോസ് ഹിസ് മൗത്ത് വൈൽ ഹി ച്യൂഡ്. അങ്ങനെ കുട്ടിയുടെ കാറിൻ്റെ ഒരു മൂലയിൽ ഒതുങ്ങിയിട്ട് അവൻ എന്ത് ചെയ്യാണ്, അമ്മ കൊടുത്ത ബിസ്ക്കറ്റ് കഴിക്കുകയാണ്. അപ്പോൾ ഒരു കൈ കൊണ്ട് അവൻ എന്ത് ചെയ്തിട്ടുണ്ട്, മൗത്ത് അല്ലേ, ഹി വൺ ഹാൻഡ് ഫ്ലാറ്റൻഡ് അക്രോസ് ഹിസ് മൗത്ത്, അങ്ങനെ കൈ കുറുകെ വെച്ചിട്ടാണ് ഭക്ഷണം തിന്നുന്നത്. The hospital looked like someone's great pillared mansion with a square brick building all around it. Here we are, the driver said. അങ്ങനെ ഹോസ്പിറ്റലിൽ നോക്കുമ്പോൾ എന്താണ്, വലിയ ഹോസ്പിറ്റലാണ്, ഒരു പില്ലേഡ് വലിയ തൂണിൽ ഉണ്ടാക്കിയെടുത്ത മാൻഷൻ പോലെയുള്ള ഒരു വലിയ പിന്നെ ബംഗ്ലാവ് കൊട്ടാരം പോലെയുള്ള ഒരു ഹോസ്പിറ്റലാണ് ചെന്നെത്തിയത്. വിത്ത് സ്ക്വയർ ബ്രിക്ക് ബിൽഡിംഗ് all around it. Here we are, ഡ്രൈവർ said. അപ്പോൾ ഡ്രൈവർ പറഞ്ഞതാ നമുക്കിവിടെയാണ് ഇറങ്ങാനുള്ളത് എന്ന് ഹോസ്പിറ്റലിന് മുമ്പിൽ പോയിട്ട് ഡ്രൈവർ പറയണം.
താങ്ക് യു ഷി സെഡ് നൗ യു വെയിറ്റ് ഹിയർ പ്ലീസ് ജസ്റ്റ് വെയിറ്റ് ലിറ്റിൽ ഐ ഗെറ്റ്. അപ്പോൾ പറഞ്ഞെന്താണ്, താങ്ക് യു അല്ലെ, അവിടെ എത്തിച്ചിട്ട് നന്ദി, ഒന്നുകൂടി വെയിറ്റ് ചെയ്യണം, ഞാനിപ്പോൾ തിരിച്ചു വരുമെന്ന് ആര് പറയാണ്, നമ്മളെ ബെറ്റ് എന്ന് പറയണം. ലേഡി ഹി സെഡ് ഐ വിൽ വെയിറ്റ്. ഓക്കെ കുഴപ്പമില്ല, ഞാനിവിടെ വെയിറ്റ് ചെയ്യാമെന്ന് ആരും പറഞ്ഞു, ഡ്രൈവറും പറഞ്ഞു. ഷീ ഓപ്പൺ ദ ഡോർ. അങ്ങനെ അവൾ എന്ത് ചെയ്യാണ്, ഡോർ തുറന്നു, അതായത് ഹോസ്പിറ്റലിലെ ഡോർ തുറന്ന് അകത്തേക്ക് കയറാണ്. ആൻഡ് നഡ്ജ് ആർണോൾഡ് ഔട്ട്, സോറി കാറിൻ്റെ ഡോർ തുറന്ന് അകത്തേക്ക് അല്ല പുറത്തിറങ്ങാനുള്ള ശ്രമമാണ്. ഷീ ഓപ്പൺ ദ ഡോർ ആൻഡ് നഡ്ജ് ആർണോൾഡ് ഔട്ട് ഹെഡ് ഓഫർ. അപ്പോൾ തൻ്റെ മുന്നിൽ നടക്കാൻ വേണ്ടി ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ മുട്ടിയിട്ട് ആർണോൾഡ് കൽപ്പിക്കുകയാണ്, എന്താണെന്ന് മുന്നിൽ നടക്കാൻ വേണ്ടി പറയുകയാണ് ആർണോൾഡ്. ലഗിങ് ദ സൂട്ട് കേസ് ഷീ സ്റ്റാർട്ടഡ് ടുവേർഡ്സ് ദ സ്റ്റെപ്പ്. അങ്ങനെ സൂട്ട് കേസൊക്കെ തൂക്കി അവൾ എന്ത് ചെയ്യാണ്, ആ സ്റ്റെപ്പിലേക്ക് ആർണോൾഡിൻ്റെ മുന്നിൽ നടത്തുന്നുണ്ട്, പിന്നിൽ സൂട്ട് കേസൊക്കെ ആയിട്ട് അവൾ പിന്നിൽ പോവാണ്. അവിടെ എത്തുമ്പോൾ എന്താണ്, കമോൺ ആർണോൾഡ് ഷീ സെഡ്. ഹി ഹാങ് ബാക്ക്. ആർണോൾഡ് കമോൺ കമോൺ വരൂ എന്ന് പറഞ്ഞിട്ട് അവളെ സ്വീകരിക്കുന്നുണ്ട് അവിടെ അല്ലേ. ഹി ഹാങ് ബാക്ക് ആർണോൾഡ്. അപ്പോൾ ആർണോൾഡ് പിന്നെ എന്താണ്, കമോൺ ആർണോൾഡ് ഷീ സെഡ്. അപ്പോൾ ആർണോൾഡ് എന്നെയാണ് വിളിക്കുന്നത്, ആർണോൾഡ് വരാൻ വേണ്ടി പറയണം. ഹി ഹാങ് ബാക്ക് Arnold. Maybe he would not allow it and they would go on home and never think of this again. ഒരു പക്ഷേ അവിടെ ആർണോൾഡ് ഷാട്ടും പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ ഇങ്ങോട്ടുള്ള വരവ് ഒരിക്കൽ സാധ്യമാകില്ല എന്നുള്ള പേടി ആർക്കും അമ്മയ്ക്കുണ്ട് അല്ലേ. ഇങ്ങനെ ഈ ഒരു വരവിൽ ഇത് സാധിച്ചില്ലെങ്കിൽ പിന്നെ ഒരിക്കലും എന്ത് ചെയ്യാൻ കഴിയില്ല, ആർണോൾഡ് ഇവിടെ എത്തിക്കുക എന്നുള്ള കാര്യം പ്രയാസമായിരിക്കുമെന്ന് അമ്മക്കറിയാം, ആ ഒരു പേടിയുണ്ട്. ബട്ട് ഹി കെയിം. പക്ഷേ ഭാഗ്യത്തിന് അമ്മയുടെ ആജ്ഞാപനനുസരിച്ച് അവൻ വന്നു. ഫൈനലി ക്ലൈംബിങ് ദ സ്റ്റെപ്പ് ഇൻ ഹിസ് ലിറ്റിൽ ഹോബിൾഡ് വേ അല്ലേ. അങ്ങനെ വെച്ചവൻ എന്ത് ചെയ്യണം, ആ സ്റ്റെപ്പുകളൊക്കെ മുകളിലോട്ട് കയറുകയാണ്. ഹിസ് ഫേസ് വാസ് ക്ലീൻ ബട്ട് ദർ വർ എ ഫ്യൂ കുക്കീസ് ക്രംസ് ഓൺ ഹിസ് ജാക്കറ്റ്. പക്ഷേ നേരത്തെ പൊട്ടിച്ചു കൊടുത്ത കുക്കിയുടെ ബിസ്ക്കറ്റിൻ്റെ ക്രംസ്, അതിൻ്റെ പൊടികളൊക്കെ അതിൻ്റെ ശരീരത്തിൽ ജാക്കറ്റിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ അവൻ്റെ ഫേസൊക്കെ ക്ലീനാണ്, കുഴപ്പമൊന്നുമില്ല മാമ നോക്കുമ്പോൾ. ഷി സെറ്റ് ഡൗൺ ദ സൂട്ട് കേസ് ടു ബ്രഷ് ദം ഓഫ്. അങ്ങനെ തൻ്റെ കയ്യിലുള്ള സൂട്ട് കേസ് അമ്മ താഴെ വെച്ചിട്ട് എന്ത് ചെയ്യാണ്, ആ ശരീരത്തിലുള്ള കുട്ടിയുടെ ശരീരത്തിലുള്ള ക്രംസൊക്കെ, ബിസ്ക്കറ്റിൻ്റെ ക്രംസൊക്കെ ഇങ്ങനെ കൈകൊണ്ട് തട്ടി കൊടുത്ത് ഒഴിവാക്കുകയാണ്. ദെൻ ഷീ ബട്ടൺ ഓൾ ഹിസ് ബട്ടൺസ്. അപ്പം അങ്ങനെ എല്ലാം ശ്രദ്ധിക്കുകയാണ് അവൾ, വളരെ നീറ്റായി കൊണ്ടുപോകാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് എല്ലാ ബട്ടണും ഇട്ട് കൊടുക്കുകയാണ് കുട്ടിക്ക്. സ്മൂത്ത് ഹിസ് ഷർട്ട് കോളർ ഓവർ ഹിസ് ജാക്കറ്റ് കോളർ ബിഫോർ ഷീ പുഷ്ഡ് ഓപ്പൺ ദ ഡോർ. അങ്ങനെ എന്ത് ചെയ്യാണ്, ഷീ ബട്ടൺ ഓൾ ഹിസ് ബട്ടൺസ്. അങ്ങനെ എല്ലാ ബട്ടണും ഇട്ട് കൊടുത്തു അല്ലേ. അങ്ങനെ ഷർട്ടൊക്കെ സ്മൂത്താക്കി ഒന്നുകൊണ്ട് വെച്ചു, കോളറൊക്കെ ലെവലാക്കി വെച്ചു. കോളർ ബിഫോർ ഷീ പുഷ്ഡ് ഓപ്പൺ ദ ഡോർ. ആ ഹോസ്പിറ്റലിൻ്റെ വാതിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് അല്ലേ, സ്റ്റെപ്പൊക്കെ അങ്ങനെ കയറി ഇങ്ങനെ കടക്കുന്നതിന് മുമ്പായിട്ട് എല്ലാം റെഡിയാക്കി നീറ്റാക്കിയിട്ടാണ് ആർണോൾഡിനെ കൊണ്ടുപോകുന്നത്. ഇൻ ദ അഡ്മിറ്റിംഗ് ഓഫീസ് എ ലേഡി ബിഹൈൻഡ് എ വുഡൻ കൗണ്ടർ ഷോഡ് ഹർ വാട്ട് അപ്പിയേഴ്സ് ടു സൈൻ. അങ്ങനെ പിന്നെ കൗണ്ടറിലേക്ക് ഇവർ ചെന്നപ്പോൾ എന്താണ്, ബിഹൈൻഡ് എ വുഡൻ കൗണ്ടർ ഷോഡ് ഹർ വാട്ട് പേപ്പേഴ്സ് ടു സൈൻ. എന്താണ് പേപ്പർ, സൈൻ ചെയ്യാനുള്ള പേപ്പർ ഏതാണെന്നുള്ളത് പറഞ്ഞു കൊടുക്കുകയാണ്. സെക്രട്ടറീസ് വർ ക്ലാക്കറ്റിംഗ് ടൈപ്പ് റൈറ്റേഴ്സ് ഓൾ റൗണ്ട്. അവിടെ ഇങ്ങനെ എന്താണ്, കുറേ ടൈപ്പ് റൈറ്റേഴ്സ് ഇങ്ങനെ ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ബെറ്റ് തോട്ട് ആർണോൾഡ് മൈറ്റ് ലൈക്ക് ദാറ്റ്. ഒരു പക്ഷേ ബെറ്റ് ഇങ്ങനെ നോക്കുമ്പോൾ ആർണോൾഡിനെ ഇഷ്ടപ്പെട്ടു തോന്നുന്നുണ്ട് ആ ടൈപ്പ് റൈറ്റിംഗ് നടത്തുന്നതൊക്കെ. ബട്ട് ഇൻസ്റ്റഡ് ഷീ ഗോട്ട് ലോസ്റ്റ് ഇൻ ദ ലൈറ്റ്സ് ചില്ലി ഹാങ്ങിങ് ഐസ് ക്യൂബ് ട്രൈ ലൈറ്റ്സ് വിത്ത് എ ലിറ്റിൽ ഫ്ലിക്കർ ടു ദം. അങ്ങനെ അവൻ ലൈറ്റിലേക്ക് നോക്കണം. അവിടെ ഇങ്ങനെ പലതരത്തിലുള്ള ലൈറ്റുകളുണ്ട്, ഇങ്ങനെ പ്രകാശം അടിച്ചുകൊണ്ട് ഇങ്ങനെ അതിന് വ്യത്യസ്ത കളറുകളായി മാറുന്ന ലൈറ്റുകളൊക്കെ അവൻ ഇങ്ങനെ അത്ഭുതപ്പെട്ട് നോക്കുകയാണ്. ഈ ഗേസ് അപ്വാർഡ്, മുകളിലേക്ക് നോക്കി, ലുക്കിംഗ് അസ്റ്റോണിഷ്ഡ്, അത്ഭുതപ്പെട്ടുകൊണ്ടാണ്. ഫൈനലി എ ഫ്ലാറ്റ് ഫ്രണ്ടഡ് നേഴ്സ് കെയിം ഇൻ ആൻഡ് ടച്ച്ഡ് ഹിസ് എൽബോ. അങ്ങനെ പെട്ടെന്ന് ഒരു സ്ത്രീ വന്നിട്ട് എന്ത് ചെയ്യണം, ആ കുട്ടിയുടെ എൽബോയിൽ അല്ലേ, മുട്ടിൻ്റെ ആ ഭാഗത്ത് ഇങ്ങനെ കൈമുട്ടിനെ പിടിച്ചു ഒരു സ്ത്രീ അല്ലെ, ഫ്ലാറ്റ് ഫ്രണ്ടഡ്, കുറച്ച് പിന്നെ തടിയുള്ള സ്ത്രീയാണ്. ആൻഡ് ഇൻ ആൻഡ് എന്താ പറയുക, ഫ്ലാറ്റ് ഫ്രണ്ടഡ് നേഴ്സ് കെയിം ഇൻ ആൻഡ് ടച്ച് ഹിസ് എൽബോ. കം എലോങ് ആർണോൾഡ് കം മമ്മി. എന്നിട്ട് ആർണോൾഡിനെയും അമ്മയും വിളിക്കുകയാണ്. വിൽ ഷോ യു വർ ആർണോൾഡ് ഇസ് സ്റ്റേയിങ് ഷി സെഡ്. ഞാൻ കാണിച്ചു തരാം എവിടെയാണ് ആർണോൾഡ് നിൽക്കുന്നതെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എന്ന് പറഞ്ഞുകൊണ്ട് ഈ അമ്മയെയും കുട്ടിയെയും ഈ കുട്ടിക്ക് ഇനി കൊടുക്കാൻ പോകുന്ന റൂമിലേക്ക് ആനയിക്കുകയാണ്, കൊണ്ടുപോവുകയാണ് ആര്, ഈ നേഴ്സ്. ഓക്കെ, സോ ലെറ്റ് ദ സ്റ്റോറി സ്റ്റോപ്പ് ഹിയർ. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.